മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അതിനകത്ത് സമ്മ് പറഞ്ഞു, ആവറേജ് എ പറഞ്ഞു, കൗണ്ട് എ പറഞ്ഞു. ദെൻ വേറെ എന്തായിരുന്നു? അല്ല, സം പ്രൊഡക്റ്റ് അല്ലെ, സം പ്രൊഡക്റ്റ് പറഞ്ഞു, ഓഡ് പറഞ്ഞു, ഈവൺ പറഞ്ഞു. അങ്ങനെ കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നമ്മൾ ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഈ വേറെ കുറച്ച് ഫങ്ഷൻസ് വരുന്നത് ഈ മാക്സ് മിന്ന് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ട്. ഒന്ന് ഈക്വൽ ടു മാക്സ് കൊടുത്തിട്ട് നിങ്ങൾ ഒരു ഡാറ്റ സെറ്റിന്റെ റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മാക്സിമം എലമെന്റ് ഏതാന്ന് കണ്ടുപിടിക്കും. ദെൻ ഈക്വൽ ടു മിന്ന് കൊടുത്തിട്ട് നിങ്ങൾ ഒരു ഡാറ്റ സെറ്റിന്റെ റെഫറൻസ് കൊടുക്കുവാണെങ്കിൽ അതിനകത്ത് മിനിമം എലമെന്റ് ഏതാന്നുള്ളത് കണ്ടുപിടിക്കും. അതും നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരാവുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഈ മാക്സ് അതേപോലെ മിന്ന് ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഈക്വൽ ടു മാക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എലമെന്റ്സ് പാസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ അകത്ത് മാക്സിമം എലമെന്റ് വന്നിട്ട് 50 ആണ്. സോ ആ ഒരു റിസൾട്ട് 50 കിട്ടും. സിമിലർ വേ മിന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ മിനിമം വാല്യൂ കിട്ടും. നെക്സ്റ്റ് വണ്ണാണ് ലാർജ് എന്ന് പറയുന്നത്. ലാർജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാർജസ്റ്റ് എലമെന്റ് ആണല്ലേ തരാ. അപ്പൊ ഓൾറെഡി നമുക്ക് മാക്സ് ഉണ്ട്, മാക്സിമം എലമെന്റ് കാണാനായിട്ട്. അത് തന്നെയാണ് ലാർജ് എന്ന് പറയുന്നത്, ലാർജസ്റ്റ് എലമെന്റ് കിട്ടാനായിട്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് കാണാം, ഫസ്റ്റ് ലാർജസ്റ്റ് കാണാം, തേർഡ് ലാർജസ്റ്റ് കാണാം. ഓക്കെ, ആ ഒരു രീതിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മാക്സ് എന്ന് പറയുമ്പോൾ അത് ഫിക്സ്ഡ് ആണ്, ആ ഹയസ്റ്റ് വാല്യൂ മാത്രം തരും. പക്ഷെ ലാർജിന്റെ കേസിൽ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള രീതിക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈക്വൽ ടു ലാർജ് കൊടുത്തിട്ട് നമ്മളോട് അവര് ചോദിക്കുന്ന സിന്റാക്സിൽ ആദ്യം അറേ പാസ് ചെയ്ത് കൊടുക്കാനാ പറയുന്നത്. അപ്പൊ ഈ നമ്പേഴ്സിന്റെ അറേ ഞാൻ പാസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവര് കെ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സിന്റാക്സിലുണ്ടോ കെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്രാമത്തെ ലാർജസ്റ്റ് ആണ് കാണേണ്ടത്, സെക്കൻഡ് ലാർജസ്റ്റ് ആണോ, ഫസ്റ്റ് ലാർജസ്റ്റ് ആണോ, എത്രാമത്തെ ലാർജസ്റ്റ് ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. ഇപ്പൊ എനിക്ക് സെക്കൻഡ് ലാർജസ്റ്റ് കാണേണ്ടത്, അതുകൊണ്ട് ഞാനിവിടെ 2 കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പൊ എനിക്ക് 24 എന്ന് കിട്ടി. നമ്മുടെ ഈ ഡാറ്റ നോക്കുകയാണെങ്കിലും ഫസ്റ്റ് ലാർജസ്റ്റ് 50 ആണ്, സെക്കൻഡ് ലാർജസ്റ്റ് എന്താണ് 24 ആണ്. ആ 24 എനിക്ക് അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ സിമിലർ വേ സ്മോൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്മോളസ്റ്റ് ഇതേപോലെ തന്നെ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് പറയാം, സെക്കൻഡ് സ്മോളസ്റ്റ് പറയാം, തേർഡ് സ്മോളസ്റ്റ് പറയാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്റ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ വരുന്നതാണ് ഇന്റ്. ഇന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡെസിമൽ വാല്യൂവിനെ നമ്മൾ പ്യുവർ ഹോൾ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ 1.5 ആണെങ്കിൽ അതിനെ 1 ആക്കും, 2.3നെ 2 ആക്കും, 10.75നെ 10 ആക്കി, നെഗറ്റീവ് 100.47നെ -101 ആക്കി. അതായത് പോയിന്റ്സ് കളഞ്ഞിട്ട് അതിനെ ജസ്റ്റ് ഇന്റിജർ വാല്യൂസ്, ഹോൾ നമ്പേഴ്സ് ആക്കിയിട്ട് മാറ്റുന്നു. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈക്വൽ ടു ഇന്റ് എന്ന് പറഞ്ഞിട്ട് റെഫറൻസ് കൊടുത്താൽ മതി. സോ പെട്ടെന്ന് മാക്സ്, മിന്ന്, ലാർജ്, സ്മോള്, ഇന്റ് ഒന്ന് വേഗം ചെയ്ത് നോക്കിയേ.
കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആണോ? ഷബിന? ആ മാം ചെയ്തു. ഇനി ഈ മിൻ എയും മാക്സ് എയും എന്തായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതെന്താന്നുള്ളത്. മിൻ എയും മാക്സ് എയും എന്താ? ലോജിക്കൽ വാല്യൂസിനെ കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇന്നലെ നമ്മള് എന്തായിരുന്നു, ആവറേജ് എ, കൗണ്ട് എ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ നേരെ ഉള്ളതാണ് മിൻ എയും മാക്സ് എയും. മിനിമം കാണലും മാക്സിമം കാണലും തന്നെയാണ്. ലോജിക്കൽ വാല്യൂസിനെ കൂടെ അത് കൺസിഡർ ചെയ്യും. ഫോൾസ് ആണെങ്കിൽ സീറോയും ട്രൂ ആണെങ്കിൽ വണ്ണും വെച്ചിട്ടാണ് അത് കൺസിഡർ ചെയ്യുക. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ടൈം കളയുന്നില്ല. നിങ്ങൾ അത് ചെയ്ത് നോക്കിയാൽ മതി. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഒരു ഫംഗ്ഷൻ ആണ് നമുക്ക് ലുക്കപ്പ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലുക്കപ്പ് ഫങ്ഷൻസ്. നമുക്ക് ലുക്കപ്പ് ഫങ്ഷൻസ് വി ലുക്കപ്പ് പഠിക്കാനുണ്ട്, എച്ച് ലുക്കപ്പ് പഠിക്കാനുണ്ട്, എക്സ് ലുക്കപ്പ് പഠിക്കാനുണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് ലുക്കപ്പ് ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ അകത്ത് ഫസ്റ്റ് വൺ, അല്ലെങ്കിൽ ജനറലി ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ കണ്ടുപിടിക്കാനായിട്ടാണ്. ഇപ്പൊ ഒരു വലിയ ഡാറ്റാ സെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ഡാറ്റാ സെറ്റിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ലുക്കപ്പ് ഫങ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് വി ലുക്കപ്പ് എന്ന് പറയുന്നത് വേർട്ടിക്കൽ ലുക്കപ്പ് ആണ്. To find the corresponding value of a particular data that should be arranged vertically എന്നാണ് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു വേർട്ടിക്കലി അറേഞ്ച് ചെയ്ത ഡാറ്റ ഉണ്ട്. വേർട്ടിക്കലി അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ താഴത്തോട്ടേക്ക് ആദ്യം ഒരു കോളത്തിന് ഹെഡിങ്, അതിന്റെ താഴത്തേക്ക് ഡാറ്റ, അതേപോലെ ഡയാമീറ്റർ, ഹെഡിങ്, താഴത്തോട്ടേക്ക് ഡാറ്റ. വേർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് അല്ലെ. ഈ വേർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡാറ്റയുടെ, ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് എർത്തിന്റെ ഡയാമീറ്റർ എത്രയാന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഡാറ്റയുടെ കറസ്പോണ്ടിങ് വാല്യൂ കാണണം. ഇപ്പൊ ഡാറ്റ എർത്താണ്, ആ ഡാറ്റയുടെ കറസ്പോണ്ടിങ് ഡയാമീറ്ററിന്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഒരു 4864 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമുക്ക് VLOOKUP, ഇപ്പൊ ഇങ്ങനത്തെ ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആണ് അല്ലെ. ജസ്റ്റ് നോക്കിയാൽ മതി, മനസ്സിലാക്കും എർത്തിൻ്റെത് ഇതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഒരു വലിയ ഡാറ്റയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി മനസ്സിലാക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് VLOOKUP വെച്ചിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, എങ്ങനെയാണ് എർത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈക്വൽ ടു VLOOKUP കൊടുക്കുക, ഫംഗ്ഷൻ കൊടുക്കുക. അവര് ലുക്കപ്പ് വാല്യൂ ചോദിക്കും, അതേപോലെ ടേബിൾ അറേ ചോദിക്കും, ദെൻ കോളം ഇൻഡെക്സ് നമ്പർ ചോദിക്കും, റേഞ്ച് ലുക്കപ്പ് ചോദിക്കും. ഇങ്ങനെ ഇത്രയും ആർഗ്യുമെന്റ്സ് ആണ് ഇതിന്റെ അകത്ത് കൊടുക്കേണ്ടത്. VLOOKUP ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ലുക്കപ്പ് വാല്യൂ, ദെൻ ടേബിൾ അറേ, ദെൻ കോളം ഇൻഡെക്സ് നമ്പർ, ദെൻ റേഞ്ച് ലുക്കപ്പ്. അപ്പൊ നമുക്കൊന്ന് കൊടുത്തു നോക്കാം എർത്തിന്റെ വാല്യൂ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്, ഇപ്പൊ തൽക്കാലം ഇവിടെ കൊടുക്കാണ് ഈക്വൽ ടു VLOOKUP. അപ്പൊ ആദ്യം ചോദിക്കുന്നത് ലുക്കപ്പ് വാല്യൂ. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് എർത്തിന്റെ ആണ് ഡയാമീറ്റർ കാണേണ്ടേ. സോ എർത്ത് ഈസ് മൈ ലുക്കപ്പ് വാല്യൂ. ദെൻ കോമ കൊടുക്കുക. ഇനി നമ്മുടെ ടേബിൾ അറേ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു ടേബിളിന്റെ അറേ കൊടുക്കുക. ഞാനിപ്പോ ഈ മെർക്കുറി മുതൽ ഇങ്ങ് ഡാറ്റ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്നുള്ള ആ ഒരു അറേ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ കോളം ഇൻഡെക്സ് നമ്പർ, എനിക്ക് ആ എർത്തിനോട് ചേർന്ന് കിടക്കുന്ന എത്രാമത്തെ കോളത്തിലെ ഡാറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഒരു പ്ലാനറ്റിനോട് ചേർന്ന് എനിക്ക് 2 കോളം ഉണ്ട് അല്ലെ, ഡയാമീറ്ററും ഉണ്ട് ടെമ്പറേച്ചറും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് എർത്തിന്റെ ഡയാമീറ്റർ ആണോ കാണേണ്ടത്, എർത്തിന്റെ ടെമ്പറേച്ചർ ആണോ കാണേണ്ടതെന്ന് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ എർത്തിന്റെ ഡയാമീറ്റർ ആണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡയാമീറ്റർ എത്രാമത്തെ കോളം ആണെന്ന് നോക്കണം. അപ്പൊ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം, ഡയാമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, സെക്കൻഡ് കോളം ആണ് അല്ലെ. അപ്പൊ 2 എന്നുള്ളത് അവിടെ
മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എർത്ത് ആണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ. അത് നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മുടെ മൊത്തത്തിലുള്ള ടേബിൾ അറേ, ദെൻ കോളം ഇൻഡെക്സ് നമ്പർ. നിങ്ങൾക്ക് ഏത് കോളത്തിലെ ഡാറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്? എനിക്കിപ്പോ ഡയാമീറ്ററിലെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡയാമീറ്റർ ഇതിന്റെ അകത്ത് സെക്കൻഡ് കോളം ആണ്. അപ്പൊ ഞാനത് കൊടുക്കുന്നു. ദെൻ ഇതിന്റെ അകത്ത് നെക്സ്റ്റ് റേഞ്ച് ലുക്കപ്പ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കറസ്പോണ്ടിങ് സെല്ലുകൾക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എർത്തിനോട് എക്സാക്റ്റ് ആയിട്ട് കിടക്കുന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഫോൾസ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, എന്റർ ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എർത്തിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്താന്നുള്ളത് കിട്ടി. ലുക്കപ്പ് വാല്യൂ പാസ് ചെയ്യണം, അത് എർത്താണ്. ടേബിൾ അറേ പാസ് ചെയ്യണം, അത് കംപ്ലീറ്റ് ടേബിൾ ആണ്. കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടത്തെ ഡാറ്റ. ഇപ്പൊ ടെമ്പറേച്ചർ കാണണ്ടെങ്കിൽ നിങ്ങൾ 2 പകരം എന്ത് കൊടുക്കണം? 3 എന്ന് കൊടുക്കണം. ഇപ്പൊ ടെമ്പറേച്ചർ അല്ല, ഡയാമീറ്റർ ആയതുകൊണ്ട് 2 കൊടുത്തു. ഫോൾസ് എന്ന് പറയുന്നത് റേഞ്ച് ആണ്. അതായത് നിങ്ങൾക്ക് എക്സാക്ട്ലി എർത്തിനോട് ചേർന്ന് കിടക്കുന്ന വാല്യൂ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഫോൾസ് എന്നുള്ളതാണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ആ കറസ്പോണ്ടിങ് വാല്യൂ എന്താണോ അത് അവിടെ നിന്ന് കിട്ടും. ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഈ പറയുന്ന ലുക്കപ്പ് ഫംഗ്ഷൻ ഒന്ന് അപ്ലൈ ചെയ്ത്, ഇത് വി ലുക്കപ്പ് ആണ്, വേർട്ടിക്കൽ ലുക്കപ്പ് ആണ്, ഒന്ന് പെർഫോം ചെയ്ത് നോക്കാം. അത് കംപ്ലീറ്റ് ആവുമ്പോ പറയണേ.
ചെയ്ത് കഴിഞ്ഞോ? ചെയ്തു. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. ആ ഓക്കെ, ഇനി നേരെ തിരിച്ച് ഇപ്പൊ നിങ്ങൾ ഇതിന് പകരം ഇപ്പൊ നിങ്ങൾക്ക് എർത്തിന്റെ ടെമ്പറേച്ചർ കാണണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു 2 എന്നുള്ളത് മാറ്റിയിട്ട് 3 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എർത്തിന്റെ ടെമ്പറേച്ചർ 96 എന്നുള്ളത് കിട്ടും. ഇനി നേരെ തിരിച്ചാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ നമ്മള് ഡയാമീറ്റർ കൊടുത്തിട്ട് നമ്മൾ ചോദിക്കുവാണ് ഇതിന്റെ കറസ്പോണ്ടിങ് പ്ലാനറ്റ് പറഞ്ഞു തരാൻ പറയുവാണ്. ഓക്കെ, ഡയാമീറ്റർ കൊടുത്തിട്ട് പ്ലാനറ്റ് പറഞ്ഞു തരാൻ പറയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്, ഈ മെർക്കുറിന്റെ ഡയാമീറ്റർ കൊടുക്കുന്നു, അതിന്റെ പ്ലാനറ്റ് തരാൻ പറയുവാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇതേപോലെ ഈക്വൽ ടു വി ലുക്കപ്പ് കൊടുക്കുക. ലുക്കപ്പ് വാല്യൂ ആയിട്ട് ഇത്തവണ ഞാൻ എന്താ കൊടുക്കണ്ടേ? ഈ 4876 അല്ലെ, ഡയാമീറ്റർ ആണത്. ദെൻ അതിനുശേഷം എനിക്ക് ടേബിൾ അറേ സെലക്ട് ചെയ്ത് കൊടുക്കണം. ദെൻ കോളം ഇൻഡെക്സ് നമ്പർ എത്ര കൊടുക്കണം? പ്ലാനറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ പ്ലാനറ്റിന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് കോളം ആണ്, അത് കൊടുക്കുക. റേഞ്ച് ലുക്കപ്പ് ഞാൻ ഫോൾസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല, ഇത് എറർ വരും. എന്നാൽ നമ്മൾ കറക്റ്റ് സ്റ്റെപ്പ് ആണല്ലോ കൊടുത്തത്, മുമ്പ് എന്തോ കൊടുത്തേ അത് തന്നെയാണ് ഇപ്പോഴും കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതെന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് എറർ സംഭവിക്കും. അതായത് ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ വി ലുക്കപ്പിനകത്ത് നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് മാത്രമേ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ലെഫ്റ്റ് ഉള്ള ഡാറ്റയുടെ കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. തിരിച്ച് റൈറ്റ് ടു ലെഫ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. അതാണ് അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് ഇവാലുവേറ്റ് ചെയ്യാം, ബട്ട് റൈറ്റ് ടു ലെഫ്റ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഈ എക്സ് ലുക്കപ്പ് വെച്ചിട്ട് വി ലുക്കപ്പ് വെച്ചിട്ട് നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പുതിയ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഒരാളെ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ എക്സ് ലുക്കപ്പ്. എക്സ് ലുക്കപ്പിന്റെ ഫുൾ ഫോം വന്നിട്ട് എക്സാക്ട് ലുക്കപ്പ് എന്നുള്ളതാണ്. ഓക്കെ, എക്സാക്ട് ലുക്കപ്പ്, അതാണ് ആ എക്സ് ലുക്കപ്പിന്റെ ഫുൾ ഫോം. വി ലുക്കപ്പിന് നമ്മൾ പറഞ്ഞു വേർട്ടിക്കൽ ലുക്കപ്പ്, എക്സ് ലുക്കപ്പ് എന്ന് പറയുന്നത് എക്സാക്ട് ലുക്കപ്പ്. അത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഈ പറയുന്ന ഈ ഒരു ലിമിറ്റേഷൻ, അതായത് റൈറ്റ് ടു ലെഫ്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കാത്തത് കൊണ്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ് ലുക്കപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അത് വെച്ചിട്ട് നമുക്ക് നോക്കാം കറസ്പോണ്ടിങ് പ്ലാനറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഈക്വൽ ടു എക്സ് ലുക്കപ്പ് കൊടുക്കാം. ദെൻ ലുക്കപ്പ് വാല്യൂ ആയിട്ട് എന്ത് കൊടുക്കണം? 4876 ആണ് എന്റെ ലുക്കപ്പ് വാല്യൂ, അത് കൊടുത്തു. ദെൻ ലുക്കപ്പ് അറേ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യേണ്ട അറേ എന്താണ്? റിട്ടേൺ ചെയ്യേണ്ടത് നമുക്ക് പ്ലാനറ്റിനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ റിട്ടേൺ ചെയ്യേണ്ട കംപ്ലീറ്റ് അറേയും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതാണ് റിട്ടേൺ അറേ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഈ 4876ന്റെ പ്ലാനറ്റ്, കറസ്പോണ്ടിങ് പ്ലാനറ്റ് ആയ മെർക്കുറി ആണ് നമുക്ക് റിസൾട്ട് വേണ്ടത്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ അറേയിൽ ഈ പ്ലാനറ്റ് എന്ന് പറയുന്ന കോളത്ത് ഫുൾ ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ദെൻ അതിന് കഴിഞ്ഞു കഴിഞ്ഞാല് ബാക്കിയുള്ളത് നിങ്ങൾ കൊടുക്കണ്ട, ഇത്ര കൊടുത്താൽ മതി. ദെൻ അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യാം, എൻറ്റർ ചെയ്യാം. അതിനുവേണ്ടി ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യട്ടെ കേട്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കിട്ടി, മെർക്കുറി എന്നുള്ള വാല്യൂ കിട്ടി. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. നമ്മൾ ഈക്വൽ ടു എക്സ് ലുക്കപ്പ് കൊടുക്കുന്നു. ദെൻ ലുക്കപ്പ് വാല്യൂ ആയിട്ട് ഈ 4876 അല്ലെ, ഇതിന്റെ കറസ്പോണ്ടിങ് മെർക്കുറി ആണ് കിട്ടേണ്ടത്. അപ്പൊ 4876 എന്നുള്ള ലുക്കപ്പ് വാല്യൂ കൊടുക്കുന്നു. ദെൻ ലുക്കപ്പ് അറേ എന്ന് പറയുമ്പോൾ ഈ 4876 കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു കോളത്തിന്റെ ഫുള്ള് റെഫറൻസ് കൊടുക്കുക. അതാണ് എനിക്ക് അവിടെ നേരത്തെ തെറ്റിപ്പോയത്. ഞാൻ മൊത്തം ടേബിളിന്റെ റെഫറൻസ് ആ നേരത്തെ കൊടുത്തത്. അങ്ങനെയല്ല, ലുക്കപ്പ് അറേയാ ചോദിക്കുന്നത്. അതായത് ലുക്കപ്പ് വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന
കോളത്തിന്റെ ഫുള്ള് റെഫറൻസ്. then അതിനുശേഷം നമുക്ക് കിട്ടേണ്ടത് എന്താണോ അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് തിരിച്ചു കിട്ടേണ്ടത് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് അല്ലെ. അപ്പൊ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ക്ലോസ് ചെയ്യുക, എൻറ്റർ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഇതിന്റെ കറസ്പോണ്ടിങ് മെർക്കുറി ആണ് എന്നുള്ള ആ ഒരു ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ചെയ്ത് നോക്കട്ടോ. അത് കംപ്ലീറ്റ് ആയോ? ഫിനിഷ് ആയി. Okay. ഇനി നെക്സ്റ്റ് വന്നിട്ട് എച്ച് ലുക്കപ്പ് ആണ്. എച്ച് ലുക്കപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം ഹൊറിസോണ്ടൽ ലുക്കപ്പ് എന്നാണ് വരുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ലുക്കപ്പ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഓക്കെ ഹൊറിസോണ്ടൽ ലുക്കപ്പ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഡാറ്റേന്റെ അകത്തുനിന്ന് നമുക്കിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാറ്റയുടെ കറസ്പോണ്ടിങ് വാല്യൂ കാണണം. ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഡാറ്റയിൽ നേരത്തെ നമ്മൾ എങ്ങനെയാ കണ്ടേ? വേർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഡാറ്റയിൽ ഒന്നിന്റെ കറസ്പോണ്ടിങ് വാല്യൂ കണ്ടു. ഇനി എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഡാറ്റ. അല്ല, ഇത് ഹൊറിസോണ്ടലി ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് പ്ലാനറ്റിനെ
എന്ത് ചെയ്തേക്കുവാണ്, മെർക്കുറി, ജൂപ്പിറ്റർ, എർത്ത്, വീനസ് എന്ന് പറഞ്ഞിട്ട് ഹൊറിസോണ്ടലി ആണ് കൊടുത്തിട്ടുള്ളത്. ടെമ്പറേച്ചറും അതേപോലെ തന്നെ ഈ പറയുന്ന രീതിക്ക് ഹൊറിസോണ്ടലി ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സംഗതി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ എനിക്ക് ജൂപ്പിറ്ററിന്റെ അല്ലെങ്കിൽ വീനസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ഓക്കെ, വീനസിന്റെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എച്ച് ലുക്കപ്പ് യൂസ് ചെയ്യണം. കാരണം ഡാറ്റ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ആണ് കൊടുത്തിട്ടുള്ളത്. സോ അവർ ആദ്യം ചോദിക്കുക ലുക്കപ്പ് വാല്യൂ ആയിരിക്കും. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വീനസ് ആണ്. ബിക്കോസ് വീനസിന്റെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എന്റെ ലുക്കപ്പ് വാല്യൂ വീനസ് ആയിരിക്കും. ദെൻ ടേബിൾ അറേ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് കൊടുക്കണം. ദെൻ റോ ഇൻഡെക്സ് നമ്പർ, നേരത്തെ നമ്മളോട് കോളം ഇൻഡെക്സ് നമ്പർ ആയിരുന്നു വി ലുക്കപ്പിനകത്ത് ചോദിച്ചത്. ഇവിടെ എച്ച് ലുക്കപ്പ് ആണ്. അപ്പൊ ഒരു റോ ഇൻഡെക്സ് നമ്പർ ആണ് ചോദിക്കുന്നത്. അതായത് വീനസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എത്രാമത്തെ റോയിലെ ഡാറ്റയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. എനിക്കിവിടെ രണ്ടാമത്തെ റോ ആണ്. ആദ്യത്തെ റോയിലെ പ്ലാനറ്റും രണ്ടാമത്തെ റോയിലെ ടെമ്പറേച്ചറും ആണ് ഉള്ളത് അല്ലെ. അപ്പൊ എനിക്ക് ടെമ്പറേച്ചർ ആ കിട്ടേണ്ടത് അത് രണ്ടാമത്തെ റോയിലാണ് ഉള്ളത്. സോ സെക്കൻഡ് എന്നുള്ള ഇൻഡെക്സ് നമ്പർ കൊടുക്കുക. ദെൻ അതിനുശേഷം റേഞ്ച് ലുക്കപ്പ് ഫോൾസ് കൊടുക്കുമ്പോൾ 47 എന്നുള്ള അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. ഒന്നുകൂടെ ചെയ്ത് കാണിച്ചുതരാം. ഇപ്പൊ സാറ്റേണിന്റെ ആണ് കാണേണ്ടതെങ്കിൽ എച്ച് ലുക്കപ്പ് കൊടുക്കുന്നു. ലുക്കപ്പ് വാല്യൂ ആയിട്ട് സാറ്റേൺ സെലക്ട് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മുടെ എൻറ്റയർ ടേബിളിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ദെൻ റോ ഇൻഡെക്സ് നമ്പർ 2 കൊടുക്കുക. റേഞ്ച് ലുക്കപ്പ് ഫോൾസ് നമ്മൾ കൊടുക്കുന്നു. ക്ലോസ് ചെയ്യുന്നു, എൻറ്റർ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 58 എന്ന് പറയുന്നത് നമുക്ക് റിട്ടേൺ ചെയ്യും. ഇനി നേരത്തെ പറഞ്ഞ പോലെ നേരെ തിരിച്ച് നമുക്ക് ചെയ്യാം. 58 കൊടുത്തിട്ട് അതിന്റെ വാല്യൂ സാറ്റേൺ ആണെന്ന് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈക്വൽ ടു എച്ച് ലുക്കപ്പ് കൊടുക്കുന്നു. ലുക്കപ്പ് വാല്യൂ ആയിട്ട് എന്ത് കൊടുക്കണം, 58 കൊടുക്കണം. ദെൻ ആസ് യൂഷ്വൽ ടേബിളിന്റെ റെഫറൻസ് ആണ് നെക്സ്റ്റ് വേണ്ടത്, അത് കൊടുക്കുക. ദെൻ കോമ ഇട്ടിട്ട് ഇനി റോ ഇൻഡെക്സ് നമ്പർ, നമുക്ക് ഫസ്റ്റ് റോയില പ്ലാനറ്റ് ഫസ്റ്റ് റോയിലാണുള്ളത്. അപ്പൊ അതാ കാണേണ്ടത്. അപ്പൊ 1 കൊടുക്കുക. റേഞ്ച് ലുക്കപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് നേരത്തെ വന്ന പോലത്തെ എറർ ആയിരിക്കും വരിക. ബിക്കോസ് നിങ്ങൾക്ക് മുകളിൽ നിന്ന് താഴോട്ടേക്കുള്ളത് കാണാം. അതായത് ഇവിടെ വീനസ് കൊടുത്താൽ താഴെയുള്ള വാല്യൂ കണ്ടുപിടിക്കാം 47 ആണ്. പക്ഷെ 47 കൊടുത്തിട്ട് വീനസ് ആണെന്നുള്ള അപ്വേർഡ് ഫൈൻഡ് ചെയ്യൽ എന്താണ്, ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് എച്ച് ലുക്കപ്പ് വെച്ച് പറ്റില്ല. അവിടെയും നമ്മൾ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് എക്സ് ലുക്കപ്പിനെ തന്നെയാണ്. എക്സ് ലുക്കപ്പ് എന്ന് പറയുന്നത് അത് വി ലുക്കപ്പിലും വർക്കാകും, എച്ച് ലുക്കപ്പിലും വർക്കാകും. രണ്ടിന്റെയും ലിമിറ്റേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വി ലുക്കപ്പിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു റൈറ്റ് ടു ലെഫ്റ്റ് പോസിബിൾ അല്ല. ഇവിടെ പറയുവാണെങ്കിൽ നമുക്ക് താഴെ നിന്ന് മുകളിലുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ പറ്റില്ല. അപ്പൊ ഈ പറയുന്ന രണ്ട് ഇഷ്യൂസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എച്ച് ലുക്കപ്പ് എക്സ് ലുക്കപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിലും ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, എക്സ് ലുക്കപ്പ് തന്നെ കൊടുക്കാം. ദെൻ ലുക്കപ്പ് വാല്യൂ ആയിട്ട് നമുക്കിവിടെ 58 കൊടുക്കാം. ദെൻ ലുക്കപ്പ് അറേ കൊടുക്കണം. അപ്പൊ ഈ ടെമ്പറേച്ചറിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടേബിൾ അറേ അല്ല, ലുക്കപ്പ് അറേ ആണ് കേട്ടോ വേണ്ടേ. റിട്ടേൺ അറേ ആയിട്ട് ഈ പ്ലാനറ്റിനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ക്ലോസ് ചെയ്യാം. അപ്പോ അതിന്റെ കറസ്പോണ്ടിങ് 58ന്റെ കറസ്പോണ്ടിങ് സാറ്റേൺ എന്നുള്ള റിസൾട്ട് എനിക്ക് കിട്ടും. ഓക്കെ, രണ്ടും ചെയ്ത് നോക്കാം. എച്ച് ലുക്കപ്പും ചെയ്യാം, എക്സ് ലുക്കപ്പ്, എച്ച് ലുക്കപ്പിന്റെ അകത്ത് എക്സ് ലുക്കപ്പ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡാറ്റ ആദ്യം ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം അത് ട്രൈ ചെയ്യാൻ കേട്ടോ.
മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിക്ക്. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ഒരു മിനിറ്റ് ഷെയർ. ഓക്കെ. കാണുന്നില്ലേ മാം? ഞാൻ ആക്ച്വലി മെർക്കുറിയുടെ ആണ് ഉദ്ദേശിച്ചത് ഡയമീറ്റർ കാണാനായിട്ട്. പക്ഷെ എനിക്ക് ജൂപ്പിറ്ററിന്റെ വന്നത്, അപ്പൊ എവിടെയും മിസ്റ്റേക്ക് എന്ന് മനസ്സിലാവുന്നില്ല. ഹലോ. അതെ, ആ ബ്രാക്കറ്റിനകത്തുള്ള ഡാറ്റാസ് ഇല്ലേ, അതൊന്ന് ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞ്. ജൂപ്പിറ്ററിന്റെ ആണ് കാണേണ്ടത് അല്ലേ? അല്ല അല്ല, മെർക്കുറിയുടെ. മെർക്കുറിയുടെ കാണണം. ഓക്കെ ഓക്കെ. ഇത് ആ, എച്ച് ലുക്കപ്പിനകത്ത് മെർക്കുറി ക്ലിക്ക് ചെയ്യും. ഓക്കെ കോമ ഇട്ടോ, ഓക്കെ ഫുള്ള് ടാബിള് സെലക്ട് ചെയ്യും. ഓക്കെ കോമ കൊടുക്ക്. റോ ഇൻഡെക്സ് നമ്പർ ആയിട്ട് 2 കൊടുക്ക്. ദെൻ ഓക്കെ. ഫോൾസ്. അത് കൊടുത്തില്ല. എക്സാക്ട്. എക്സാക്ട് മാച്ച് ആണ് വേണ്ടത്. ആ ഓക്കെ, അത് കൊടുത്തില്ലായിരുന്നു. ഓക്കെ. ഓക്കെ മാം, ഇപ്പൊ മനസ്സിലായി. ഓക്കെ. ഓക്കെ ഇതിന്റെ ഓപ്പോസിറ്റ് ഇനി എക്സ് ലുക്കപ്പും ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. കംപ്ലീറ്റ് ആയോ? യെസ്. ഓക്കെ. ബാക്കിയുള്ളവരൊന്നും എന്താ മിണ്ടാത്ത? നിങ്ങളൊന്നും ചെയ്യുന്നില്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടീഷണൽ ഫങ്ഷൻസ് ആണ്. കണ്ടീഷണൽ ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടീഷന്റെ ബേസിൽ ഡാറ്റേനെ നമുക്ക് ഇതുപോലെ ഫിൽട്ടർ ചെയ്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എനിക്ക് ഇതിനകത്ത് സ്റ്റുഡന്റ് നെയിം ഉണ്ട്, അവരുടെ മാർക്സ് ഉണ്ട്. എനിക്ക് അറിയേണ്ടത് ഈ സ്റ്റുഡന്റ് ഫെയിൽ ആണോ പാസ് ആണോ എന്നുള്ളതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ, അപ്പൊ അത് ഞാൻ ചെയ്യാനായിട്ട് ഇപ്പൊ ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ, ഇത് എംപ്റ്റി സ്പേസ് ആണ്. നമുക്ക് അറിയേണ്ടത് ഈ കുട്ടി ഇപ്പൊ മാർക്ക് ഉണ്ട്, ഈ കൊച്ച് പാസ്സാണോ അല്ലയോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് ഞാനൊരു ക്രൈറ്റീരിയ വെക്കുവാണ്. മാർക്ക് എബവ് 40 ആണെങ്കിൽ അവര് പാസ്സാണ്, അല്ലെങ്കിൽ ആളെന്താണ്, ഫെയിൽ ആണ്. ഇതാണ് എന്റെ കണ്ടീഷൻ. ഈ കണ്ടീഷന്റെ ബേസിലാണ് ഞാൻ ഡാറ്റയിൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോ എനിക്ക് മാർക്ക് എബവ് 40 ഉള്ളവര് പാസ്സാക്കണം, അതല്ലാത്തവർ എന്ത് ചെയ്യണം, ഫെയിൽ ആക്കണം. ഓക്കെ, ഇതാണ് എന്റെ ഒരു ഇത്. അപ്പൊ ഇത് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലെ, മാർക്ക് എബവ് 40. അപ്പൊ ഇത് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. അത് കൊടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇഫ് ഫംഗ്ഷന്റെ അകത്താണ് കണ്ടീഷൻസ് റിലേറ്റഡ് ആയിട്ട് ഡാറ്റയിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുക. ഓക്കെ, കണ്ടീഷൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇഫ് ഫംഗ്ഷൻ വേണം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം, ഈക്വൽ ടു സൈൻ നമ്മൾ കൊടുത്തു, ഇഫ് എന്നുള്ള ഫംഗ്ഷന് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ അവർ ആദ്യം ലോജിക്കൽ ടെസ്റ്റ് ചോദിക്കുന്നുണ്ട്. ലോജിക്കൽ ടെസ്റ്റ് മീൻസ് നമ്മുടെ കണ്ടീഷൻ. എന്താ എന്റെ കണ്ടീഷൻ, ഈ 99 എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോ അതിന്റെ റെഫറൻസ് അങ്ങോട്ട് വന്നല്ലേ, അതെന്താന്ന് ചെക്ക് ചെയ്യണം, ഗ്രേറ്റർ ദാൻ 40 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ ആ സെല്ലിനകത്ത്, ആ റെഫറൻസ് C7 എന്നുള്ള ഒരു സെല്ലിനകത്തുള്ള ഡാറ്റ ഗ്രേറ്റർ ദാൻ 40 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് എന്റെ ലോജിക്കൽ ടെസ്റ്റ്. ആണെങ്കിൽ എന്ത് വേണം, വാല്യൂ ഇഫ് ട്രൂ. ഈ കണ്ടീഷൻ ട്രൂ ആണ്, അതായത് ഗ്രേറ്റർ ദാൻ 40 ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ആ സെല്ലിനകത്തുള്ളെങ്കിൽ എനിക്ക് അവിടെ കാണിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് വാല്യൂ ഇഫ് ട്രൂ. അത് ട്രൂ ആണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് പാസ് എന്നാണ്. ഇനി കോമ കൊടുക്കുക. അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വാല്യൂ ഇഫ് ഫോൾസ്, അതായത് ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. ഇപ്പൊ വന്നിട്ടുള്ളത് ഒരു 10 എന്നുള്ള വാല്യൂ ആണെങ്കിൽ അത് 40നേക്കാൾ വലുതാണോ, അല്ല അല്ലെ, ചെറിയ വാല്യൂ ആണ്. അപ്പൊ അങ്ങനെ കണ്ടീഷൻ തെറ്റിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യണം, തെറ്റിപ്പോവുകയാണെങ്കിൽ അവിടെ ഫെയിൽ എന്നാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എന്റർ ചെയ്യുന്നു. ഇപ്പൊ 99 എന്ന് പറയുന്നത് പാസ് ആണ്. ഇനി ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി കിട്ടാൻ ഇതിനെ ഇങ്ങോട്ടേക്കൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പൊ പാസ് ആണോ ഫെയിൽ ആണോ എന്ന് നോക്കിയിട്ട് നമുക്കത് റിസൾട്ട് തരും. ഓക്കെ, ഈക്വൽ ടു കൊടുക്കുക, ഇഫ് കൊടുക്കുക. ആദ്യം നമ്മുടെ ലോജിക്കൽ ടെസ്റ്റ് മീൻസ് കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറയുന്നത് ആ സെല്ല് സെലക്ട് ചെയ്യുക, അതിന്റെ നേരെയുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ഗ്രേറ്റർ ദാൻ 40 കൊടുക്കുക. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വാല്യൂ ഇഫ് ട്രൂവിൽ പാസ് കൊടുക്കുക. ദെൻ അത് കഴിയുമ്പോൾ വാല്യൂ ഇഫ് ഫോൾസിൽ ഫെയിൽ എന്ന് കൊടുക്കുക. ഓക്കെ ആണോ? ഓക്കെ. ചെയ്ത് നോക്കട്ടോ.
കംപ്ലീറ്റ് ആയ പറയട്ടോ. മാം ഒന്നുകൂടി ആ ഒരു ഫോർമുല ഇട്ടൊന്ന് കാണിച്ചു തരാമോ? ആ ഒരു ചെറുതായിട്ടൊന്ന് മറന്നുപോയി. ഓക്കെ ഓക്കെ. നമ്മള് ഈക്വൽ ടു കൊടുക്കുന്നു, ഇഫ് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ലോജിക്കൽ ടെസ്റ്റ് ആണ് ചോദിക്കുന്നത്. ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് ഇതിനകത്തുള്ള വാല്യൂസ് ഗ്രേറ്റർ ദാൻ 40 ആണോ എന്ന് നോക്കണം. ആണെങ്കിൽ പാസ്, അല്ലെങ്കിൽ ഫെയിൽ, അതാ കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ സെല്ലിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ലോജിക്കൽ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടീഷൻ ആണ്. ആ കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സെല്ലിന്റെ അകത്തെ വാല്യൂ അത് ഗ്രേറ്റർ ദാൻ 40 ആണോ എന്ന് നോക്കാം. ആണെങ്കിൽ നമ്മൾ എന്തെന്ന് വാല്യൂ ഇഫ് ട്രൂവിനകത്ത് പാസ് എന്ന് കൊടുക്കും. ആ പാസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഡബിൾ കോട്ട്സിൽ വേണം കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫെയിൽ എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ പാസ് ആണെങ്കിൽ പാസ് കിട്ടും, ഫെയിൽ ആണെങ്കിൽ ഫെയിൽ കിട്ടും. ഓക്കെ മാം, മനസ്സിലായി. താങ്ക് യു. ഒരിക്കൽ ചെയ്തിട്ട് പിന്നെ ഓരോന്നും 1 by 1 ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി കിട്ടും. ചെയ്തു. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് സം ഇഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നോക്കാം. സം ഇഫ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, സമ്മ് കാണണം ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ഓക്കെ, ഒരു കണ്ടീഷന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, സമ്മ് കാണുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ എനിക്ക് കൺട്രീസും ഉണ്ട്, ഇവന്റ്സും ഉണ്ട്, പോയിന്റ്സും ഉണ്ട്. ഇങ്ങനെ ഒരു ഡാറ്റ സെറ്റ് ആണ് എന്റെ കയ്യിലുള്ളത്. കൺട്രീസ്, ഇവന്റ്സ്, പോയിന്റ്സ്. ഇതിന്റെ അകത്തുനിന്ന് ഇന്ത്യ തന്നെ ഒരുപാട് ഇവന്റ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് കിട്ടിയ പല പോയിന്റും ഇതിന്റെ അകത്തുണ്ട്. അതുപോലെ ബ്രസീലിന്റെ പോയിന്റ് ഉണ്ട്, ഫ്രാൻസിന്റെ ഉണ്ട്, അങ്ങനെ പല കൺട്രീസിന്റെയും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ അറിയേണ്ടത് ഇന്ത്യ ഇവന്റ് 1-ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, 2-ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും 1-ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയേണ്ടത് ഇന്ത്യയുടെ ടോട്ടൽ പോയിന്റ്സ് എത്രയാണ് എന്നാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ തന്നെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, മൊത്തം ആ ഒരു ഡാറ്റയിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്നത് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയാണ് എന്റെ കണ്ടീഷൻ. ഇന്ത്യക്ക് എത്ര പോയിന്റ്സ് കിട്ടി എന്നാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെന്ന് പറയുന്നത് സമ്മാണ് അല്ലെ. ഇന്ത്യയുടെ ഓരോ പോയിന്റ്സും തമ്മിൽ ഞാൻ എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം, എന്നിട്ട് അതിന്റെ ആൻസർ എടുക്കണം. അപ്പൊ അവിടെ നമ്മൾ സം ഇഫ് യൂസ് ചെയ്യും. അതായത് നമുക്ക് അഡീഷനും നടത്തണം, കണ്ടീഷനും കൊടുക്കണം. ഓക്കെ, കണ്ടീഷൻ ഉണ്ട്, ആഡും ചെയ്യണം. അപ്പൊ സം ഇഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. എന്ത് ചെയ്യാ, ഈക്വൽ ടു സം ഇഫ് കൊടുക്കുക. ആദ്യം തന്നെ അവര് നമ്മളോട് റേഞ്ച് ചോദിച്ചിട്ടുണ്ടാകും. റേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിന്റെ റേഞ്ച് ആണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന കോളം, അതായത് ആ കൺട്രി എന്ന് പറയുന്ന കോളത്തിന്റെ സെൽ റെഫറൻസ് ആണ് റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കേണ്ടത്. ദെൻ ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമുക്ക് നമ്മുടെ ഇന്ത്യനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സം റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് ഈ പോയിന്റ്സിന്റെ റേഞ്ച് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇന്ത്യക്ക് മൊത്തം എത്ര പോയിന്റ്സ് കിട്ടി എന്നുള്ളത് അവിടെ നോട്ട് ചെയ്യും. ഒന്നുകൂടെ കാണിച്ചു തരാം. ഈക്വൽ ടു കൊടുക്കുക, സം ഇഫ് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റേഞ്ച് ആയിട്ട് നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിന്റെ റെഫറൻസ് കൊടുത്തു.
ദെൻ ക്രൈറ്റീരിയ മീൻസ് ഇന്ത്യ ആണ് എന്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ എന്റെ കണ്ടീഷൻ. ക്രൈറ്റീരിയ എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടീഷൻ. ഇന്ത്യയാണ് എന്റെ കണ്ടീഷൻ. അപ്പൊ ഞാൻ ഇന്ത്യനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ വീണ്ടും കോമ കൊടുത്തിട്ട് സം റേഞ്ച് എന്തിന്റെയാണോ സമ്മ് കാണേണ്ടത്, ഇവിടെ പോയിന്റ്സിന്റെ ആണ് സമ്മ് കാണേണ്ടത് അല്ലെ. അപ്പൊ ആ പോയിന്റ്സിന്റെ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക, ക്ലോസ് ചെയ്യുക, എന്റർ ചെയ്യുക. അപ്പൊ ഇന്ത്യയുടെ പോയിന്റ് 15 എന്നുള്ളത് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ സം ഇഫ് അല്ലെ ആഡ് ചെയ്തു ഒരു കണ്ടീഷന്റെ ബേസിൽ, എന്നിട്ട് അതിന്റെ റിസൾട്ട് എടുക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ. ചെയ്തു നോക്കിയൊന്ന്. ഈ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ കൗണ്ട് ഇഫ് വരും, ഇനി ആവറേജ് ഇഫ് വരും. ഈ ഒരു പാറ്റേൺ കിട്ടിയാൽ ബാക്കിയുള്ളത് ചെയ്യാം. ആ സിൻടാക്സ് വായിച്ച് വായിച്ച് നോക്കാട്ടെ. റേഞ്ച് ചോദിക്കും, റേഞ്ച് കഴിയുമ്പോ ക്രൈറ്റീരിയ ചോദിക്കും, പിന്നെ സം റേഞ്ച് ചോദിക്കും. ചെയ്തു. ഓക്കെ. സം ഇഫ് ഇപ്പൊ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൗണ്ട് ഇഫ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കൗണ്ട് ഇഫ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ രണ്ട് കണ്ടീഷനെ കൊടുക്കേണ്ടതുള്ളൂ, ഒന്ന് റേഞ്ചും പിന്നെ ക്രൈറ്റീരിയയും. ഓക്കെ, ഇവിടെ ഇപ്പൊ എന്റെ കുറച്ച് ഡാറ്റാസ് ഉണ്ട്. ഇതിന്റെ അകത്തുനിന്ന് എനിക്ക് ഈ എമറാൾഡ് എന്നുള്ള ഡാറ്റാസ് എത്ര തവണ വന്നിട്ടുണ്ട്. ഇപ്പൊ മൊത്തം ഈ ഒരു ഡാറ്റാ സെറ്റിനകത്ത് എമറാൾഡ് എത്ര തവണ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ആ ഒരു കൗണ്ട് ആണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഇവിടെ ഒരു വട്ടം വന്നിട്ടുണ്ട്, ഇവിടെ ഒരു വട്ടം വന്നിട്ടുണ്ട്. മൊത്തം 3 വട്ടമാണ് എമറാൾഡ് എന്ന് പറയുന്ന ഡാറ്റ എന്റെ ആ ഒരു ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ആ കൗണ്ട് ആണ് കൗണ്ട് ഇഫ് വെച്ചിട്ട് കൊടുക്കുന്നത്. ആ ഇഫ് എന്ന് പറയുന്നത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അല്ലെ, കണ്ടീഷന്റെ ബേസിൽ കൗണ്ട് കാണാം. കണ്ടീഷൻ എന്താ? എമറാൾഡ്. എമറാൾഡ് എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ള കൗണ്ട് ആണ് അവിടെ കാണേണ്ടത്. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈക്വൽ ടു കൗണ്ട് ഇഫ് കൊടുക്കുക. നമ്മളോട് റേഞ്ചും ക്രൈറ്റീരിയ ചോദിക്കുന്നത്. റേഞ്ച് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൊത്തം ഡാറ്റയുടെ റേഞ്ച് എടുക്കുന്നു. ക്രൈറ്റീരിയ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ എമറാൾഡ് എന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഡബിൾ കോട്ട്സിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ എമറാൾഡ് ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സെല്ലിന്റെ റെഫറൻസ് കൊടുക്കുക. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഇങ്ങനെ റെഫറൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏത് കൊടുത്താലും നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡാറ്റാ സെറ്റിനകത്ത് എങ്ങനെയാണോ എമറാൾഡ് എന്ന് എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ ഞാൻ ഫുള്ള് ക്യാപിറ്റലിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുമ്പോഴും ഫുള്ള് ക്യാപിറ്റലിൽ തന്നെ എമറാൾഡ് എന്ന് എഴുതണം. ഒന്ന് ക്യാപിറ്റലും ഒന്ന് സ്മോളും ആയിട്ട് കൊടുക്കാൻ പാടില്ല. ഡാറ്റയിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ വേണം ഇതിനകത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ അതാണ് കൗണ്ട് ഇഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ വരുന്നതായിരിക്കും എന്ത്? ആവറേജ് ഇഫ് അല്ലെ. ആവറേജ് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക്
കണ്ടീഷന്റെ ബേസിൽ ആവറേജ് കാണുന്നതിനെയാണ് ആവറേജ് ഇഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മാർക്സിന്റെ ആവറേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യാം, ഈക്വൽ ടു ആവറേജ് ഇഫ് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേഞ്ച് ഉണ്ട്, ക്രൈറ്റീരിയ ഉണ്ട്, ആവറേജ് റേഞ്ച് ഉണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പൊ എനിക്ക് കാണേണ്ടത് മാത്സ് സബ്ജക്റ്റിന്റെ ആവറേജ് മാർക്കാണെന്ന് വിചാരിക്കാം. ഓക്കെ, മാത്സ് തന്നെ നമുക്ക് പലവട്ടം റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ മാത്സ് സബ്ജക്റ്റിന്റെ ആവറേജ് മാർക്കാണ് കാണേണ്ടതെങ്കിൽ ആ സബ്ജക്റ്റ്, അതാണ് റേഞ്ച് എന്ന് പറയുന്നത്, ആ സബ്ജക്റ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിന്റെ റേഞ്ച്. ദെൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്, മാത്സ് ആണ്. ഞാൻ ആ മാത്സിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി എനിക്ക് ആവറേജ് എന്തിന്റെയാ കാണണ്ടേ, ഇതിന്റെ ആവറേജ് ആണ് കാണണ്ടേ, അത് സെലക്ട് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, എന്റർ ചെയ്യുന്നു. ഇപ്പൊ 23.75 ആണ് മാത്സിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. സിമിലർ ടു സമ്മിഫ് പോലത്തെ സെയിം കണ്ടീഷൻ ആണ് ഇതിന്റെ അകത്ത് കൊടുക്കേണ്ടത്. റേഞ്ച്, ക്രൈറ്റീരിയ, സം റേഞ്ചിന് പകരം ഇവിടെ നമ്മൾ ആവറേജ് റേഞ്ച് ആണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആവറേജ് ഇഫും ഒന്ന് ചെക്ക് ചെയ്യണം, അതേപോലെ കൗണ്ട് ഇഫും നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഏത് ഡാറ്റ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആവറേജ് ഇഫ് യൂസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ കൗണ്ട് ഇഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് അത് അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ ഗ്രൂപ്പിൽ ഇടുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ക്ലാസ്സിൽ വരുമ്പോൾ അത് ചോദിക്കുക. അത് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോയാലേ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് പലതും പല ടാബിനകത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഓരോ ഓപ്ഷൻസ് ഇരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇത് മറന്നു പോകും, പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ. ഓക്കെ, ലീവ് ചെയ്തോളൂ കേട്ടോ, നാളെ എടുക്കാം ബാക്കി. ഓക്കെ, താങ്ക് യു. Thank you. ഓക്കെ. Thank you.